ഞങ്ങളുടെ ശബരിമല യാത്രയിലെ പേടതുള്ളലാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ഗുരുസ്വാമിയാണ് അതുകൊണ്ടില്ലേ കുട്ടിസ്വാമികളെ വെച്ച് കളിപ്പിക്കുന്നത്. നല്ല ചൂടുള്ള സമയത്ത് ഞങ്ങൾ പേടതുള്ളാൻ്റെ എരുമേലിയിലെത്തിയത്. സീസൺ അല്ലാത്തൊന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എരുമേലിയിൽ. ഇതാണ് ഞങ്ങളുടെ യാത്രയുടെ തുടക്കം. നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആൾക്ക് ശബരിമലയ്ക്ക് പോകുമ്പോൾ. പിന്നെ സ്ഥലം എത്തുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തി. നല്ല ഭക്ഷണമായിരുന്നു. ഗുരുസ്വാമിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം. നല്ല സാമ്പാറും ചോറും അവിയലൊക്കെ ഉണ്ടായിരുന്നു. അതേ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗുരുവായൂരിക്കായിരുന്നു. ഒരു 3:30 ഗുരുവായൂരെത്തി. 4 മണിക്ക് ദർശനം വേണ്ടി ഇരുന്നാണ്. 3:30 ദർശനം കിട്ടി. അവിടെ ഭഗവാനെ നന്നായി തൊഴുതു. കുറച്ച് സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അത് വേണമെന്ന് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. ഏകദേശം ഒരു 4-4:30 അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. നല്ല പരിപാടിയായിരുന്നു. കുറച്ച് നേരം കൂടി കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ തൃപ്പയാർ എത്തിയിട്ടോ. എല്ലാ അമ്പലങ്ങളും അരമണിക്കൂറാണ് ഞങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവെ തിരക്കുണ്ടായിരുന്നില്ല ഇവിടെ. പോയി ഭഗവാന്റെ വഴിപാടൊക്കെ ചെയ്യാൻ പറഞ്ഞ് നേരെ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഭഗവാന്റെ ഏറ്റവും വലിയ വഴിപാടായ മീനൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ ഒരു മീനൂട്ട് എടുത്ത് കൊടുത്തു കുട്ടിസ്വാമിൻ്റെ കയ്യിൽ. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ നാലമ്പല ദർശനത്തിനൊക്കെ ഇവിടെ വന്നോളൂ. ഇപ്പോൾ ഈ സമയത്തൊന്നും വരാറില്ല. ശബരിമലയ്ക്ക് പോകുമ്പോൾ മാത്രമേ ഞങ്ങളിപ്പോൾ തൃപ്പയാർ വരാറുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര അവസാനിച്ചത് കൊടുങ്ങല്ലൂരായിരുന്നു. വൈകുന്നേരമായിരുന്നു. കൊടുങ്ങല്ലൂർ അമ്മയെ നന്നായി പ്രാർത്ഥിച്ച് പോയത്. നല്ല ദർശനമായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത്. നടയടക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ എത്തിയത്. പക്ഷേ ഞങ്ങൾക്ക് നല്ല ദർശനം കിട്ടി. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര നേരെ പോയത് ആലുവ എത്തി കേട്ടോ. ആലുവ ശിവക്ഷേത്രം, അവിടെയാണ് ഞങ്ങൾ ഹാൾട്ടാണത്. പുഴയുടെ അടുത്ത് പോയിട്ട് കുളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നല്ല അടിപൊളി കൂളിയൊക്കെ പാസ്സാക്കി. നല്ല വെള്ളമായിരുന്നു. നല്ല തെളിമയുള്ള വെള്ളം. തിരക്കും ഉണ്ടായിരുന്നില്ല. കുറേ സാമ്യരാളൊക്കെ അവിടെ ഇങ്ങനെ രാത്രി ഹാൾട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചു. ഇഡ്ഡലിയായിരുന്നു ഭക്ഷണം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. രാവിലെ വീണ്ടും കുളിച്ചു. ഭഗവാനെ നന്നായി തൊഴുതു. പാലഭിഷേകമായിരുന്നു ഭഗവാന്റെ. അതൊക്കെ നന്നായി തൊഴുതി. അവിടെ നിന്ന് ഞങ്ങൾ മെല്ലെ യാത്ര തിരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചോറ്റാനിക്കരയായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ അവിടെ എത്തി. പക്ഷേ ചോറ്റാനിക്കര നല്ല തിരക്കായി അനുഭവപ്പെട്ടു. വെളിയിൽ നിന്ന് ഭഗവതിയെ നന്നായി തൊഴുതു. ഇതാണ് പ്രേതങ്ങളെ തറച്ചിരിക്കുന്ന ആൽമരം. കുറച്ച് നേരം അവിടെ അങ്ങനെ ചിലവഴിച്ചു. രാവിലത്തെ ചായയൊക്കെ അവിടെ നിന്നായിരുന്നു. ചോറ്റാനിക്കര അമ്പലത്തിലെ ആനയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത ശിവക്ഷേത്രം എത്തി, വൈക്കം. എല്ലാവരും രാവിലെ നല്ല ദർശനമായിരുന്നു. എല്ലാ ശിവക്ഷേത്രങ്ങളും ഞാൻ ഉള്ളിൽ പോകും കേട്ടോ. ഭഗവതിൻ്റെ അവിടെ മാത്രം ഞങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അവിടെ കുറച്ച് പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഭഗവാന്റെ വാഹനം എടുത്ത് പോയതാ. കുട്ടിസ്വാമി നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരീക്ഷയൊക്കെ വരികയല്ലേ, നന്നായി പ്രാർത്ഥിച്ചോളൂ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനും പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തളി മഹാദേവ ക്ഷേത്രം എത്തി. അവിടെ നന്നായി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചു. പിന്നെ അടുത്ത് പോയത് ഞങ്ങളെ ഏറ്റുമാനൂരായിരുന്നു കേട്ടോ. അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 11 മണിയായി. നല്ല ചൂട് അനുഭവപ്പെട്ടു. ഭഗവാന്റെ വാഹനം നേരിട്ട് കാണാൻ പറ്റി. കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. വെളിയിൽ വാഹനമൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം അമ്പലത്തിനുള്ളിൽ ഇങ്ങനെ അതിഥിയൊക്കെ നടന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇത് അമ്പലത്തിന് മുൻപിലുള്ള വിഗ്രഹത്തിന് മുമ്പിൽ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. രാവിലത്തെ വേണ്ട പോണ വഴി കഴിക്കാൻ പറഞ്ഞു. എല്ലാം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത വേറൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, കടപ്പാട്ടൂർ പറഞ്ഞിട്ട്. അവിടെ പോയി തൊഴുതി അവിടെ നിന്ന് നേരെ വീണ്ടും യാത്ര തിരിച്ചു ശബരിമലയ്ക്ക്. അവിടെ എത്തുമ്പോൾ ശബരിമലയ്ക്ക് ഏകദേശം അടുത്ത തറയിതാണ്ട് ബോർഡൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ അടുത്ത ഒരു അന്നദാനം കഴിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി. മാലയിട്ട് ആദ്യമായിട്ടാണ് അന്നദാനം കഴിക്കണം കേട്ടോ ഈ സീസണിൽ. കുട്ടിസ്വാമി കുറച്ചേ കഴിച്ചോളൂ.
അത് ഞാനും കുറച്ച് നേരമൊക്കെ കഴിച്ചു. ചെറിയ സ്ഥലമാണ്, അതിനുവേണ്ടി സംഭാവനയൊക്കെ അവർ വലിയ സ്ഥലമൊക്കെ വാങ്ങാൻ വേണ്ടി സംഭാവനയൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. കുറച്ച് സംഭാവന കൊടുത്ത് അവിടെ അന്നദാനം നന്നായി കഴിച്ചു. വരുന്ന വണ്ടികളൊക്കെ അവർ തടുത്തിട്ട് അന്നദാനം കൊണ്ട് കഴിച്ചിട്ട് പോകാൻ പറയുന്നുണ്ട് സ്വാമിമാർ. അത് ഞങ്ങൾ നേരെ എരുമേലി എത്തിയിട്ടോ. ഒരു ഉച്ച സമയമാകുമ്പോഴേ എത്തിയത് എരുമേലി. പേട്ടത്തുള്ളിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. 3 കന്നിസ്വാമിമാരെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. 2 മാളിപ്പുറവും കുട്ടിസ്വാമിയും. നന്നായി മുഖത്തൊക്കെ ചായ മൂസിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പേട്ടത്തുള്ളി കഴിഞ്ഞാൽ എല്ലാ സ്വാമിമാരൊന്നും കുളിക്കാറില്ല കേട്ടോ. അത് നമുക്ക് ഇവന് കണ്ടാൽ തന്നെ അറിയാം. കുറച്ച് ചായ തേക്കുന്ന സ്വാമിമാരൊന്നും കുളിക്കില്ല. ഞാൻ അടുത്ത് പമ്പയെത്താറായില്ലേ, അപ്പോൾ അവിടെ കുളിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ മുഴുവനായിട്ട് തേക്കാൻ നിന്നു. ഒരു 6 തരം കളറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഗുരുസ്വാമിയാണ് കേട്ടോ മുൻകൈ എടുത്തത്. പൊതുവേ ഗുരുസ്വാമി എല്ലാത്തിനും മുൻകൈ എടുക്കുന്ന കാരണമാണ് ഈ സ്വാമിയുടെ അടുത്ത് ഞങ്ങൾ എപ്പോഴും മലയ്ക്ക് വരാൻ തീരുമാനിക്കുന്നത്. പിന്നെ അടുത്ത കൊല്ലം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സ്വാമി എല്ലാ കുംഭമാസത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സീസൺ ആകുമ്പോഴും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ യാത്രയോടെ തന്നെ അടുത്തത് ഈ ഗുരുസ്വാമിയുടെ അടുത്ത് തന്നെയാണ് തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഏകദേശം ചായയൊക്കെ തേച്ചു. എന്താ നമ്മുടെ കുട്ടിസ്വാമി ചായയൊക്കെ തേച്ച് സെറ്റപ്പായി. അതൊക്കെ പേടത്തുള്ള വളരെ വലിയ കാര്യമായി മാറിയിരിക്കുകയാണ്. നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ. റോട്ടിൽ കൂടെയൊക്കെ എങ്ങനെ കുട്ടിസ്വാമി വരെ നടക്കുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അതും കൂട്ടാക്കണവരൊക്കെ നടന്നു. ഇതാണ് അമ്പലം. ഇവിടെ പോയി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ പേടത്തുള്ളിൽ തുടങ്ങുക. ഉച്ച സമയം തന്നെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് മെല്ലെ ഞങ്ങൾ തുടങ്ങി. ആദ്യമൊക്കെ കുട്ടിസ്വാമി ഒത്തിരി ചാടാനൊക്കെ ബുദ്ധിമുട്ടി. നമ്മുടെ സ്വാമിക്ക് ഒത്തിരി നാണമൊക്കെ ഉണ്ടായിരുന്നു, ചാടാനൊന്നും ഒന്നുമില്ല അധികം. ഇവിടെ നിന്നും പ്രാർത്ഥിച്ച് മെല്ലെ തുടങ്ങും. നേരെ വാവര സ്വാമിൻ്റെ അവിടെ പോയിട്ടാണ് ഞങ്ങളുടെ പേടത്തുള്ളിൽ ആരംഭം. ആണ് വാവര സ്വാമിയുടെ പള്ളി. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ പേടത്തുള്ളിൽ തുടങ്ങുന്നത്. കുട്ടികളെ ചാടൽ കണ്ടപ്പോൾ ഗുരുസ്വാമി തന്നെ തുടങ്ങി കേട്ടോ. ഇവിടുന്നാണ് ഞങ്ങളുടെ കളി തുടങ്ങുന്നത്. സീസൺ ആകുമ്പോൾ ചെണ്ടയൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ചെണ്ടയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനൊന്നും വിളിക്കാൻ നിന്നില്ല. നട്ട വെയിലത്താണ് നമ്മുടെ കുട്ടിസ്വാമി പേടത്തുള്ളി കൊണ്ട് വരുന്നത്. കാലൊക്കെ ചെറുതായി പൊള്ളുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗം ഓടിയിട്ട് വന്നു. അതൊക്കെ ഞങ്ങൾ നേരെ അമ്പലം എത്തി. ഇവിടെ പൊതുവെ തിരക്ക് കുറവായിരുന്നു. ഇവിടെ ഞങ്ങൾ കുളിക്കാറുള്ളത്. പുഴയിൽ വെള്ളമൊന്നും ഇല്ല പറയുന്നത് കേട്ടോ. അങ്ങനെ കുളിക്കാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. തുള്ളി പേട്ടത്തുള്ളി എല്ലാവർക്കും വയ്യാണ്ടായി. ഇതാണ്ടില്ല കുട്ടിസ്വാമിയൊക്കെ മാളിപ്പുറം കളി നിർത്തി. അവസാനം ഒന്നും കൂടി മുറുക്കി പിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഗുരുസ്വാമി ബാക്കിൽ ഓടി വരുന്നുണ്ട്. നല്ല ചൂടുള്ള സമയമാണ്. നമ്മൾ ഓരോ സമയം കണക്കാട്ടിയൊക്കെ വരുന്ന കാരണമാണ് ഈ ഉച്ച നേരത്തെ ഞങ്ങൾ പേട്ടത്തുള്ളാനായിട്ട് എത്തിയത്. വൈകുന്നേരം പമ്പ പിടിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഉച്ച സമയത്ത് എത്തുകൊണ്ടല്ലേ. അവസാനം എല്ലാവരും കൂടെ നല്ല കളിയൊക്കെ കളിപ്പിച്ചു ഗുരുസ്വാമി. ഒരു മാളിപ്പുറത്തിൻ്റെ അച്ഛനാണ് നന്നായി കളിക്കുന്ന കുട്ടീനെ. പേട്ടത്തുള്ളിലൊക്കെ അങ്ങനെ ഞങ്ങളുടെ ഉഷാറായി. കുട്ടിസ്വാമിമാർക്കും മാളിപ്പുറങ്ങളൊക്കെ നല്ല സന്തോഷം തോന്നി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല പ്രാർത്ഥിച്ച് അവിടെ കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയി. പുഴയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ബാത്റൂമിൽ പോയി കുളിച്ചു.
പിന്നെ അവിടെ പുലീൻ്റെ ഒരു ചെറിയൊരു പ്രതിമ ഉണ്ടായിരുന്നു. അതിന് മേലെ കയറിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു കുട്ടിസ്വാമിനെ. പിന്നെ ഞങ്ങൾ എല്ലാം അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത യാത്ര ഞങ്ങളുടെ പമ്പയിലാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. പിന്നെ അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബായ്.